ഈ മേലോട്ട് പോകുന്ന എലിവേറ്ററിൽ കയറി നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്നറിയോ? എന്റെ ഫ്രണ്ട് കയറി അങ്ങോട്ട് തിരിഞ്ഞ് നടക്കുന്ന ഈ മനുഷ്യൻ എന്നെ കൊറിയൻ പടം കാണിക്കാൻ കൊണ്ടുപോകും. ലുലുവിലുള്ള PVR-ലാണ് നമ്മളിന്ന് സിനിമ കാണാൻ പോകുന്നത്. മുടി പുറകോട്ട് കെട്ടിക്കഴിഞ്ഞാൽ എന്നെ കണ്ട കോഴിമുട്ട പോലെ ഇരിക്കും, കണ്ടോ? അങ്ങനെ നമ്മൾ മെട്രോ ഇറങ്ങി എടപ്പള്ളി മെട്രോ സ്റ്റേഷനിലെത്തി. ഞാൻ നോക്കിയപ്പോൾ അവിടെ രാന നിൽക്കുന്നു. ഞങ്ങൾ പിന്നെ കാര്യമൊക്കെ പറഞ്ഞ് പതുക്കെ ഇങ്ങ് പോന്നു. പിന്നെ നമ്മൾ എലിവേറ്ററൊക്കെ ഇറങ്ങി ലുലുവിൻ്റെ ഉള്ളിൽ കയറി. ലുലുവിൻ്റെ ഉള്ളിൽ കയറുന്ന ഈ വഴി കണ്ടപ്പോഴേ എനിക്കൊരു കഥ ഓർമ്മ വന്നേ. ഞാൻ ഒരാളെ ഇവിടെ വീണിട്ടുണ്ട്. എങ്ങനെയാ മറ്റേ ക്രോക്സ് ഇട്ടിട്ട് ഇങ്ങനെ ഇറങ്ങി വരിക, ക്രോക്സ് അതേപോലെ സ്പ്ലിറ്റ് ചെയ്യുന്ന പോലെ തറയിൽ കുത്തിയിരുന്ന് വീണിട്ടുണ്ട്. ആ കഥയൊക്കെ അത്രേ ഉള്ളൂ. ഞങ്ങൾ കയറി ചെന്നപ്പോൾ ഈ പുള്ളിക്കാരൻ തിരിഞ്ഞു നിന്നിട്ട് പിന്നമ്പറം കുലുക്കി കാണിക്കുന്ന കണ്ടു. സിനിമയ്ക്ക് കയറുന്നതിന് മുമ്പ് എന്തെങ്കിലും ഞം വെക്കണമല്ലോ, അതുകൊണ്ട് ഹൈപ്പർ മാർക്കറ്റിൽ കയറി കുറെ നേരം. അവിടെ കുറെ ഡെസേർട്സ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അതൊന്നും എടുത്തില്ല. നമ്മൾ എടുത്തത് ഈ 2 സാധനമാണ്. പിന്നെ നമ്മൾ മേടിച്ച സാധനം മേളിൽ കൊണ്ട് വെച്ചിട്ട് യുദ്ധം തുടങ്ങാൻ പോകുന്നു. നമ്മൾ കഴിച്ചത് ഒരു ഡ്രാഗൺ ചിക്കൻ റോളും പിന്നെ ഒരു ബോട്ടിൽ ഗ്രേപ്പ് ജ്യൂസും ആയിരുന്നു. 4DX കാണാൻ പോവാ. 4DX ലൈഫിൽ ഫസ്റ്റ് ടൈം 4DX സിനിമ കാണാൻ പോകുന്നതിന്റെ എക്സൈറ്റ്മെന്റ് നിങ്ങൾ ഇപ്പൊ കണ്ടത്. കൊറിയൻ പടമായിട്ടുള്ള ട്രെയിൻ ടു ബുസാൻ ഇല്ലേ, എന്റെ ഫസ്റ്റ് സോംബി ഫിലിം അതായിരുന്നു. ആ ഫിലിം ചെയ്ത ഡയറക്ടറിന്റെ അടുത്തൊരു സോംബി ഫിലിം ആയിട്ടുള്ള കോളനി എന്ന് പറയുന്ന ഫിലിമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. നമ്മൾ കോളനി കാണാൻ പോവാണ്. 4DX ഇതെന്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ ഇതെനിക്ക് ഭയങ്കര മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ സിനിമ തുടങ്ങി നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് ഫുള്ള് വെറൈറ്റീസ് ആയിട്ടുള്ള സോംബീസ്. ഇതുവരെ ലൈഫിൽ കണ്ടിട്ടില്ലാത്ത വെറൈറ്റി സോംബീസ്. അങ്ങനെ ഫിലിം ഒക്കെ കഴിഞ്ഞു. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ച ഒരാൾ മാത്രം വന്നില്ല. ഡോൺ ലിയണ്ണനെ പ്രതീക്ഷിച്ചു പോയി, പക്ഷെ ഡോൺ ലിയണ്ണൻ വന്നില്ല. പിന്നെ നമ്മൾ MG റോഡുള്ള മിച്ചറിൽ പോയിട്ട് ഒരു ചായയും കുടിച്ചു. ഹൈപ്പറിൽ നിന്ന് ഇറങ്ങാൻ നേരം കുറച്ച് ബ്രോസ്റ്റ് മേടിച്ചു. ഇനി അത് കഴിച്ചിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങണം. ബൈ ബൈ.